ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇന്നും ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ സാറയ്ക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് കുറച്ച് കാടമുട്ട ബോയിൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2-3 ഞാൻ എടുത്തു വെച്ചു, ഞാനും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ കാടമുട്ടയും കോഴിമുട്ടയും നമ്മുടെ കൊച്ചുള്ളിയിൽ ഒന്ന് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചായയും കൂട്ടി അത് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ മുട്ടയും ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ചായയും, അപ്പോൾ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം കഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് താമസിച്ചാണ് വിശന്നത്. അപ്പോൾ വിശപ്പൊക്കെ ആയപ്പോഴത്തേനും നമ്മളിതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ബീഫ് വിത്ത് ബോണാണ്. അപ്പോൾ ബീഫും എല്ലും കൂടെ ചേർന്നിട്ടുള്ള കറിയും പിന്നെ മണിപ്പുട്ടും. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇടിയപ്പം അല്ലെങ്കിൽ മണിപ്പുട്ട് അല്ലെങ്കിൽ പുട്ടിന് ബീഫ് കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ബീഫ് വാങ്ങിക്കുമ്പോൾ ഇവിടെ കൂടുതലും നമ്മൾ പാകിസ്ഥാൻ ബീഫാണ് വാങ്ങിക്കുന്നത്. ഇന്ത്യൻ ബീഫിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബീഫാണ്. എല്ലും ബീഫും ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതലും പാകിസ്ഥാൻ ബീഫാണ് വാങ്ങിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മട്ടൻ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ മട്ടൻ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചൂട് മണിപ്പുട്ടും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എല്ലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പീസസും ഒക്കെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളമ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ പല ദിവസങ്ങളായിട്ട് ഞാൻ മണിപ്പുട്ടാണ് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ ആയിട്ട് മണിപ്പുട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ എനിക്ക് അത്രത്തോളം ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടുതൽ ഡേയ്സിലും ഇപ്പോൾ നോർമൽ പുട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തി അതുകൊണ്ട് ഇപ്പോൾ മണിപ്പുട്ടാണ് കൂടുതലും ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ തോന്നി. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിൽ പീനട്ട്, വലിയൊരു പീനട്ടൊക്കെ വെച്ചിട്ട് പുറമേ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റോട് കൂടിയിട്ട് എന്തോ ഒരു സ്നാക്ക് അത് കഴിച്ചു. പിന്നെ അതിനുശേഷം ലഞ്ചിൻ്റെ ടൈമായി. ഞാൻ കിച്ചണിലെ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഞാൻ ഡൈനിങ് ടേബിളിൽ എല്ലാം സെർവ് ചെയ്ത് വെച്ചു. എന്നത്തെ പോലെ തന്നെ ചൂട് ചോറ്, പിന്നെ കുറച്ച് പപ്പടമൊക്കെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് അന്നെന്നുള്ളത് പൊരിക്കുകയാണ്. നമ്മൾ ടിന്നിൽ പൊരിച്ച് വെച്ചപ്പോഴത്തേനും പപ്പടത്തിനൊന്നും ആ ഒരു ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പപ്പടം പൊരിക്കുകയാണ്. പിന്നെ കറികൾ ഇന്നത്തെ കറികളായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കറികളും എല്ലാം കൂടി നമ്മൾ ടേബിളിലേക്ക് റെഡിയാക്കി വെച്ചപ്പോഴത്തേനും കുറച്ചായിട്ടുള്ള കറികളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. പിന്നെ ചില കറികളെല്ലാം ഇന്ന് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തതാണ്. ക്യാബേജ് ക്യാരറ്റ് തോരൻ ഇന്ന് കറിയായിട്ട് റെഡിയാക്കി. പിന്നെ നമ്മുടെ ബീഫ് കറി ഇന്നത്തതാണ്. പിന്നെ നമ്മുടെ ചീരത്തോരൻ, അതുപോലെ തന്നെ പാവയ്ക്ക തീയൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസത്തെയാണ്. പിന്നെ വൈറ്റ് കളറ് കേടെടുത്തു, പിന്നെ മോര് കാച്ചിയത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് കറികളൊന്നും വേണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ തോന്നിയ കുറച്ച് കറികളൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ലഞ്ച് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എടുത്തത് ചൂട് ചോറെടുത്തു, പിന്നെ കുറച്ച് കൂടുതൽ പാവയ്ക്ക തീയൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചതാണ് പാവയ്ക്ക തീയൽ. ആ വെച്ച ദിവസത്തിനേക്കാളും ആ ചട്ടിക്കകത്ത് ഇരുന്നപ്പോഴത്തേനും പാവയ്ക്ക തീയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അങ്ങ് കൂടി. പാവയ്ക്ക തീയലും ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ ചീരത്തോരനും ബീഫ് കറിയും ക്യാബേജ് തോരനും പപ്പടവും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു പിടി പിടിച്ചു. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ വല്ലാത്തൊരാഗ്രഹം, നമ്മുടെ ഗോതമ്പ് അടയുണ്ടല്ലോ, ഗോതമ്പ് അട കഴിക്കാനായിട്ട് ഭയങ്കര ഒരാഗ്രഹം. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ അടയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് ശർക്കര, ഒരു പേരിന് വേണ്ടിയിട്ട് വളരെ കുറച്ച്, മധുരത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ശർക്കരയും കൂടുതൽ തേങ്ങയും അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഏലക്കയും എല്ലാം കൂടെയാണ് ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. പുറമേ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഗോതമ്പ്, അത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് വാഴയിലയിൽ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങനെ അങ്ങ് ചെയ്തു. അപ്പോൾ എനിക്ക് വാഴയിലയിൽ തന്നെ ഈ ഒരു ഗോതമ്പ് അട കഴിക്കാനായിട്ട് തോന്നി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വീട്ടിലിരുന്ന് തന്നെ ഹോം ഡെലിവറി വിളിച്ച് പറയുമ്പോഴത്തേനും നമുക്ക് ഫ്രഷ്ലി
വളരെ അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വാഴയിലയൊക്കെ കൊണ്ട് തരും. അപ്പോൾ ഇന്ന് ചായക്ക് വേണ്ടിയിട്ട് സ്നാക്കായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് വീറ്റ് അടയാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ അരിപ്പൊടി കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അടയിനേക്കാളും ബാക്കി എല്ലാ ഐറ്റംസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അടകളെക്കാളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴയിലക്കകത്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു അട എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മൊരിഞ്ഞ് നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ ഈ ഒരു മൊരിയൽ കിട്ടത്തില്ലല്ലോ. അപ്പം ഈ മൊരിയലോട് കൂടിയിട്ട് ഇങ്ങനെ ചൂടോടെ ചെറിയ മധുരം, ശർക്കര എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, തേങ്ങ കൂടുതലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര ആഗ്രഹിച്ച് കഴിക്കണം എന്ന് കുറച്ച് ഡേയ്സായിട്ട് തോന്നിയ ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് ചായക്ക് റെഡിയാക്കി കഴിച്ചത്. അപ്പോൾ ഇതാ വൈകുന്നേരം എന്നത്തെ പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടി പുറമേ നല്ല മൊരിഞ്ഞ് പിന്നെ വാഴയിലയുടെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി വീറ്റ് അട അല്ലെങ്കിൽ ഗോതമ്പ് അട. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും വൈകുന്നേരത്തെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം രാത്രി ആയപ്പോഴത്തേനും നമ്മൾ ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് വെള്ളയപ്പമാണ്. വെള്ളയപ്പവും മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഡിന്നറിന് വേണ്ടി എടുത്തിരുന്നത് 2 വെള്ളയപ്പവും മുട്ടക്കറിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോംലി ടേസ്റ്റി ഡിഷസ് അല്ലെങ്കിൽ ഹോംലി മീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമുക്ക് പെരുന്നാളാണ്. അപ്പോൾ എൻ്റെ പെരുന്നാൾ ഡിഷസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.